പണ്ട് പണ്ട് ഒരു നാട്ടില് ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശൻ ചന്തയിൽ പോയി. ചന്തയിൽ പോയിട്ട് മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങി. അങ്ങനെ മുത്തശ്ശൻ കൊണ്ടുവന്ന പച്ചക്കറികളൊക്കെ എടുത്തു നോക്കിയപ്പോ അതാ അതിലൊരുണ്ട പാവയ്ക്ക. മുത്തശ്ശിക്ക് അത് ഒത്തിരി ഇഷ്ടായി. മുത്തശ്ശി അതിന്റെ വിത്തെടുത്ത് വെയിലത്ത് വെച്ചുണക്കി അത് കുഴിച്ചിട്ടു. ഒരു ദിവസം മുത്തശ്ശി മുറ്റത്തിറങ്ങി നോക്കിയപ്പോ എന്താ കണ്ടത്? അതാ ഒരു മുട്ടൻ പാവയ്ക്ക. നല്ല ഉണ്ട പാവയ്ക്ക കണ്ടപ്പോ മുത്തശ്ശി അത് വേഗം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് മുറിച്ചു നോക്കി. അപ്പോ അതാ അതിലൊരു കുഞ്ഞു വാവ. അത് കണ്ട് മുത്തശ്ശിന് ഒത്തിരി സന്തോഷായി. അങ്ങനെ അവര് 3 പേരും കൂടി സന്തോഷായിട്ട് ജീവിച്ചവരായിരുന്നേ. അങ്ങനെ മോള് വളർന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങി. സ്കൂളിലെത്തിയപ്പോ എല്ലാരും അവളെ പാവയ്ക്ക കൊച്ചി എന്ന് വിളിച്ച് കളിയാക്കി. അപ്പോ അവൾക്ക് ആകെ വിഷമായി. അവളങ്ങനെ സങ്കടപ്പെട്ട് മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, മുത്തശ്ശി, എല്ലാരും എന്നെ പാവയ്ക്ക കൊച്ചി എന്ന് വെച്ച് കളിയാക്കുവാണ്. അപ്പൊ മുത്തശ്ശി അവൾക്കൊരു ഉപായം പറഞ്ഞു കൊടുത്തു. ഇനി എന്റെ മോളെ ആരും കളിയാക്കത്തില്ല കേട്ടോ. ഇനി എന്റെ മോളെ ആരെങ്കിലും കളിയാക്കിയ മോൾ അവളുടെ അടുത്ത് ചെന്നിട്ട് ഡും 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 എന്ന് വെച്ചാ മതി. അപ്പൊ എല്ലാം ശരിയാകും. അപ്പൊ അവൾക്ക് ഒരുപാട് സന്തോഷായി. അവള് വീണ്ടും സ്കൂളിൽ പോകാൻ തുടങ്ങി. അവളെ അങ്ങനെ കളിയാക്കിയവരെയൊക്കെ അവള് ഡും 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 വെച്ചു. അപ്പൊ എല്ലാരും ബോധം കെട്ട് വീണു. നാട്ടിലെല്ലാരും ബോധം കെട്ട് വീണു തുടങ്ങിയപ്പോ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു, ഇനി അവളെ കളിയാക്കാൻ പാടില്ല. കാരണം അവൾക്ക് എന്തോ അത്ഭുത ശക്തിയുണ്ട്. അതുകൊണ്ടാണ് എല്ലാരും ബോധരഹിതരായത്. അങ്ങനെ പിന്നെ ആരും അവരെ കളിയാക്കിയില്ല. ആ മോള് മുത്തശ്ശനും മുത്തശ്ശിയും അവര് സന്തോഷായിട്ട് ജീവിച്ചു. പിന്നെ ആരും അവരെ ഉപദ്രവിക്കാൻ ചെന്നില്ല. എന്റെ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.